നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണം ആഘോഷിച്ച മലയാളികൾ. പൊന്നോണ നിറവിൽ ആഘോഷത്തിമിർപ്പിൽ നാടും നഗരവും. വിവിധയിടങ്ങളിൽ ആവേശപൂർവ്വം ഓണാഘോഷങ്ങൾ. പൊന്നോണ നാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളെത്തി. ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കാനും ഭക്തരുടെ നീണ്ട നിര. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം ഒരുക്കിയിരുന്നത് വിപുലമായ ക്രമീകരണങ്ങൾ. പയറ്റിത്തെളിഞ്ഞ മെയ് അഭ്യാസികളുടെ മാസ്മരിക പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ കുന്നംകുളം ഓണത്തല്ല് വ്യാഴാഴ്ച. രണ്ടോണ ദിവസമായ നാളെ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല്. വടക്കൻചേരിയും തെക്കൻചേരിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആവേശം അലകടലാകുന്ന ഓണത്തല്ലിന്റെ തത്സമയ ദൃശ്യങ്ങൾ CCTV പ്രേക്ഷകരിലെത്തിക്കും. തിരുവോണ ദിനത്തിലും കുരുക്കിലമർന്ന് കേച്ചേരി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഗതാഗത കുരുക്ക് പതിവ് കാഴ്ച. നാടകപ്രേമികളുടെ മനം കവർന്ന അവതരണങ്ങൾ പൂർത്തിയാക്കി. എടക്കളത്തൂർ ദേശാഭിമാനി നാടകോത്സവത്തിന് തിരശ്ശീല വീണു. കേരളത്തിലെ മികച്ച നാടകോത്സവങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ദേശാഭിമാനി നാടകോത്സവത്തിൽ നാടക സംഘങ്ങൾ കാഴ്ചവെച്ചത് ഉജ്ജ്വല പ്രകടനം. ചാവക്കാട് തൊട്ടാപ്പ് ആനന്ദവാടി കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഏകദേശം 35 വയസ്സ് തോന്നിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി എന്ന് സംശയിക്കുന്നയാളുടെ മൃതദേഹമാണ് കടൽക്കരയിൽ കണ്ടെത്തിയത്. ആഘോഷം, ആരവം, പൊന്നോണം. ആദ്യം ഓണവിശേഷം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണം ആഘോഷിച്ച മലയാളികൾ. പൊന്നോണ നിറവിൽ ആഘോഷത്തിമിർപ്പിലാണ് നാടും നഗരവും. സദ്യയും പൂക്കളവും ഓണക്കളികളുമായി മലയാളക്കരയിന്ന് ആഘോഷ നിറവിലാണ്. കാലമെത്ര മാറിയാലും മാറാത്ത ശീലങ്ങളാണ് ഓണത്തിന്. പഴമയും പുതുമയും ഇഴചേർത്തുള്ള ആഘോഷങ്ങൾക്ക് പൊലിവേറിയിട്ടേയുള്ളൂ. ലോകത്തിൻ്റെ ഏതറ്റത്തുമുള്ള മലയാളിക്കും ഓണമെന്നും ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മ തന്നെയാണ്. അത്തം മുതൽ തുടങ്ങിയ ആഘോഷങ്ങളാണ് തിരുവോണനാളിൽ പാരമ്യത്തിലെത്തുന്നത്. വീടുകളിൽ സദ്യവട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ ഉത്രാട ദിനത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. ഇന്ന് ഓണക്കോടിയെടുത്ത് പൂക്കളമൊരുക്കി മാവേലി മന്നനെ വരവേറ്റു. വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന തൂശനിലയിലെ സദ്യ പഞ്ഞക്കർക്കിടകത്തിനു ശേഷമുള്ള സമൃദ്ധിയുടെ സ്മൃതികളെയാണ് ഉണർത്തുന്നത്. പൂക്കളവും തുമ്പപ്പൂവും പ്രകൃതിയോടിണങ്ങി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് മലയാളികളെ ഉത്ബോധിപ്പിക്കുന്നത്. കൈകൊട്ടിക്കളിയും ഓണപ്പാട്ടുകളും ഓണത്തല്ലും വടംവലിയുമൊക്കെയായി ഓണാഘോഷങ്ങൾ തുടരും. വേർതിരിവിൻ്റെ വേലികെട്ടില്ലാതെ സകലരും ഒരുപോലെ ആ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ഒത്തുചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടി നാളുകൾ. കള്ളവും ചതിയുമില്ലാതെ മാനവരെല്ലാം ഒരുപോലെ കഴിഞ്ഞിരുന്ന മാവേലിക്കാലത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഓണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന വിശ്വമാനവികതയുടെ സന്ദേശത്തെ കൊണ്ടാടുന്ന മറ്റൊരാഘോഷം ഭൂലോകത്ത് വേറെ കാണുമോ എന്ന് സംശയം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണനാളിൽ കണ്ണനെ ഒരു നോക്കു കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. 10,000-ഓളം പേർക്കുള്ള തിരുവോണ സദ്യയാണ് ഒരുക്കിയത്. ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കാനും ഭക്തരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. ഉഷപൂജ വരെ ഓണപ്പുടവ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. രാവിലെ 7-ന് മേളത്തോടെ കാഴ്ച ശിവേലി നടന്നു. കൃത്യം 9 മണിക്കാണ് സദ്യ ആരംഭിച്ചത്. അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്ന താൽക്കാലിക പന്തലിലുമാണ് സദ്യ നൽകിയത്. ഉത്രാടനാളിൽ കണ്ണന് തിരുമുൽക്കാഴ്ചയായി ലഭിച്ച പഴം ഉപയോഗിച്ച് തയ്യാറാക്കിയ പഴപ്രഥമൻ, കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് വിഭവങ്ങൾ. ഗുരുവായൂരപ്പന് നമസ്കാര സദ്യയോടെയാണ് ഇന്നത്തെ ഉച്ചപൂജ. ഉച്ചതിരിഞ്ഞും രാത്രിയിലും കാഴ്ച ശിവേലി ഉണ്ടാകും. രാത്രി 9ഓടെ ക്ഷേത്രത്തിൽ തിരുവോണ വിളക്ക് തെളിയും. തിരുവോണനാളിൽ ഭക്തിയുടെ നിറച്ചാർത്തായി ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ നൃത്തം ചെയ്യുന്ന കണ്ണന്റെ പൂക്കളം. ഭക്തരുടെ മനം കവരുന്ന തരത്തിൽ മനോഹരമായ പൂക്കളമാണ് തിരുവോണനാളിൽ തീർത്തത്. പതിവ് പൂക്കളങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഇതിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന ഉണ്ണിക്കണ്ണനെയാണ് പൂക്കളാൽ മനോഹരമായി ആവിഷ്കരിച്ചത്.
നീല നിറം പകർന്ന ഭഗവാന്റെ തിരുമുടി, വർണ്ണപ്പൂക്കളാൽ അലങ്കരിച്ച വസ്ത്രങ്ങൾ, തിളങ്ങുന്ന ആഭരണങ്ങൾ ഓരോന്നും കണ്ണന്റെ ദിവ്യരൂപത്തിന് കൂടുതൽ ചാരുത പകർന്നു. ആനന്ദത്താൽ നൃത്തം ചെയ്യുന്ന കണ്ണന്റെ മുഖത്തെ സന്തോഷവും ചടുലമായ നൃത്ത ചുവടുകളും ഭാവനാസമ്പന്നമായ വരകളിലൂടെയും മനോഹരമായ വർണ്ണ സങ്കലനത്തിലൂടെയും പൂക്കളത്തിൽ തെളിഞ്ഞു നിന്നു. പൂക്കളം കാണാനും സെൽഫി എടുക്കാനുമായി പതിവിൽ കവിഞ്ഞ തിരക്കാണ് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടത്. തിരുവോണ ദിനത്തിൽ കടൽ തീരത്ത് ആഘോഷത്തിന്റെ നിറവ് തീർത്ത് ആയിരക്കണക്കിന് സഞ്ചാരികൾ. ഉച്ചതിരിഞ്ഞതോടെ ചാവക്കാട് ബീച്ചിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു. വൈകുന്നേരത്തോടെ തീരം ജനനിബിഡമായി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ കടലിൽ ഇറങ്ങി കളിച്ചും കുളിച്ചും പട്ടം പറത്തിയും ഓണാഘോഷം അവിസ്മരണീയമാക്കി. എന്നാൽ തിരമാലകളിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട ചിലരെ ലൈഫ് ഗാർഡുമാർ സമയോചിതമായി ഇടപെട്ട് രക്ഷപ്പെടുത്തി. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ചെറിയ കുട്ടികളെ പോലും കടലിൽ ഇറക്കുന്നത് തീരത്ത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ സഞ്ചാരികളെ അല്പം ബുദ്ധിമുട്ടിച്ചെങ്കിലും ജനപ്രവാഹത്തിന് കുറവൊന്നുമുണ്ടായില്ല. തീരത്തേക്ക് സഞ്ചാരികളുടെ വാഹനങ്ങൾ ഒഴുകിയെത്തിയതോടെ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ബീച്ചും പരിസരവും വാഹനങ്ങളുടെ നീണ്ട നിര കൊണ്ട് നിറഞ്ഞ സ്ഥിതിയിലായിരുന്നു. മേഖലയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. പയറ്റിത്തെളിഞ്ഞ മെയ് അഭ്യാസികളുടെ മാസ്മരിക പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ കുന്നംകുളം ഓണത്തല്ല് വ്യാഴാഴ്ച. രണ്ടോണ ദിവസമായ നാളെ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല് അരങ്ങേറുക. തെക്കൻചേരി, വടക്കൻചേരി എന്നീ രണ്ടു ചേരികളിലായാണ് അഭ്യാസികൾ മെയ് പയറ്റിന് ഇറങ്ങുക. വടക്കൻചേരിയെ വാപ്പനു ആശാനും തെക്കൻചേരിയെ മൊയ്തു ആശാനും നയിക്കും. കുഞ്ഞിവാപ്പു, സുലൈമാൻ എന്നിവർ പയറ്റ് നിയന്ത്രിക്കുന്ന ചായക്കാരന്മാരാകും. നാളെ ഉച്ചയ്ക്ക് 2:30 കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് കയ്യാങ്കളി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. ഓണത്തല്ലിനൊപ്പം ഞമനേങ്ങാട് ബോധിധർമ്മ അക്കാദമി ടീമിന്റെ കരാത്തെ ദോ കൊമ്പ് ദോ പ്രദർശനവും ഉണ്ടായിരിക്കും. ബിനോയ് തെക്കേപ്പുറം, മാത്യു ചെമ്മണ്ണൂർ, ഡെർബി ചീരൻ, MK ശിവദാസൻ, വേണുഗോപാൽ ഏറത്ത്, ജിമ്മി ഐപ്പുരു തുടങ്ങിയവർ നേതൃത്വം നൽകും. ഓണത്തല്ല് CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. തിരുവോണ ദിനത്തിലും കുരുക്കിലമർന്ന് കേച്ചേരി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലൂടെയും കുന്നംകുളം ഗുരുവായൂർ ഭാഗങ്ങളിൽ നിന്നും ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ തെക്കോട്ടും തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങൾ വടക്കോട്ടും കടന്നുപോകുന്നത് കേച്ചേരിയിലൂടെയാണ്. തൃശൂർ കുറ്റിപ്പുറം പാതയുടെ മറ്റു ഭാഗങ്ങളെല്ലാം വീതി കൂട്ടി വികസനം യാഥാർത്ഥ്യമാക്കിയെങ്കിലും ചൂണ്ടൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള 5 കിലോമീറ്ററോളം ദൂരം ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തുടരുകയാണ്. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോഴും ഈ മേഖലയിലെ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുള്ള കടുത്ത നിസ്സംഗത തുടരുകയാണ്. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിൽ ഭരണം നടത്തിയ VS സർക്കാരിന്റെ അവസാന ബജറ്റിൽ കേച്ചേരി സെന്ററിന്റെയും റോഡിന്റെയും വികസനത്തിനായി 75 കോടിയിലേറെ രൂപ വകയിരുത്തിയിരുന്നു. പിന്നീട് അധികാരത്തിലെത്തിയ സർക്കാരുകൾ ഓരോ ബജറ്റിലും തുക വകയിരുത്തിയെങ്കിലും വികസനം മാത്രം നടപ്പിലാക്കാതെ പോകുകയായിരുന്നു. ഇടതു വലതു കക്ഷികൾ മാറി മാറി റോഡ് വികസനത്തിനായി സമര പരമ്പരകൾ വരെ നടത്തിയെങ്കിലും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറി. ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രികർ കക്ഷിഭേദമില്ലാതെ ഭരണാധികാരികളെ ശപിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. ആശുപത്രിയിലേക്കുള്ള രോഗികളുമായി പോകുന്ന ആംബുലൻസുകളും കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. വികസനം യാഥാർത്ഥ്യമാക്കാൻ മുൻകൈ എടുക്കേണ്ട ജനപ്രതിനിധികളാകട്ടെ നിസ്സംഗരായി തുടരുകയാണ്. പ്രാദേശിക ഭരണകൂടമെന്ന നിലയിൽ വികസന പ്രവൃത്തിക്കായി മുന്നിൽ നിൽക്കേണ്ട ചൂണ്ടൽ പഞ്ചായത്ത് അധികാരികളും കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി മൗനത്തിന്റെ വാത്മീകത്തിലാണ്. തിരുവോണ ദിനത്തിലും പതിവ് തെറ്റാതെയാണ് കേച്ചേരിയിൽ വാഹനയാത്രികർ കുരുക്കിൽപ്പെട്ടു വലഞ്ഞത്. വികസനം യാഥാർത്ഥ്യമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നിസ്സംഗതയുടെ കൈലാസത്തിലായതിനാൽ ഈ ഗതാഗതക്കുരുക്ക് ഇനിയും തുടർക്കഥയാകുമെന്നതാണ് വ്യാപാരികളും കേച്ചേരി നിവാസികളും ഉറച്ചു വിശ്വസിക്കുന്നത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ കാഴ്ചക്കുല സമർപ്പണവും തൃപ്പുത്തരിയും ഭക്തിസാന്ദ്രമായി. മേൽശാന്തി ശിവപ്രസാദ് നമ്പൂതിരി ആദ്യക്കുല സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളായ C. ബാലചന്ദ്രൻ, ഹരീഷ് കൊളാടി, കണ്ണൻ ചീരേടത്ത്, അഡ്വക്കേറ്റ് വേണുഗോപാൽ മുള്ളത്ത്, PA ഹരീഷ് തുടങ്ങിയവരും കാഴ്ചക്കുല സമർപ്പണത്തിൽ പങ്കാളികളായി.
പൂക്കളം തീർത്തും ഓണപ്പാട്ട് പാടിയും ഓണക്കിറ്റ് വിതരണം ചെയ്തും പായസം വിളമ്പിയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവർട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ ഓണാഘോഷം. ഏനാമാക്കൽ നെഹ്റു പാർക്കിൽ സംഘടിപ്പിച്ച ഓണാഘോഷം പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗ്രേസി ജേക്കബ്, സിജി മോഹൻദാസ്, KJU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് വാവേലി, മേഖലാ സെക്രട്ടറി അഫ്സൽ പാടൂർ, ജനപ്രതിനിധികളായ KH ഫൈസൽ, സുധർമ്മൻ ചീരുകണ്ടത്ത്, പ്രസന്ന മനോജ്, ജോഷി വാഴപ്പിള്ളി, KS ശശിധരൻ, K സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഓണക്കളികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ആഘോഷത്തിന്റെ ആരവം തീർത്ത് പോലീസുകാരുടെ ഓണാഘോഷം. ആരവം 2026 എന്ന് പേരിട്ട കുന്നംകുളത്തെ പോലീസുകാരുടെ ഓണാഘോഷം കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ സാജു K എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനിൽ T മേപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിലെ ഏറെ തിരക്കും ജോലിഭാരവുമുള്ള കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് SI മാരായ രോഹിത്, മൊയ്തീൻകുട്ടി, സുബിൻ, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രോഗ്രാം കൺവീനർ ASI മധു സ്വാഗതവും ജിബിൻ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കിയിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ചാവക്കാട് തൊട്ടാപ്പ് ആനന്ദവാടി കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഏകദേശം 35 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കടൽ തീരത്തടിഞ്ഞത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ കടലിൽ വലവീശാൻ പോയ മത്സ്യത്തൊഴിലാളികളാണ് കരയോടടുത്ത് കടലിൽ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് തൊഴിലാളികൾ മൃതദേഹം കരയിലെത്തിച്ച ശേഷം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. എന്നാൽ മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതേസമയം കഴിഞ്ഞ 6 മാസമായി ഇയാൾ ആനന്ദവാടി, തൊട്ടാപ്പ് മേഖലകളിൽ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. തമിഴും ഇംഗ്ലീഷും സംസാരിച്ചിരുന്നയാളാണ് ഇദ്ദേഹമെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോലീസ് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മരിച്ചയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വീണ്ടും ഓണവിശേഷങ്ങളിലേക്ക്. പുലരി പുല്ലാനിക്കുന്നിന്റെ ഓണാഘോഷത്തിന് തുടക്കമായി. ഓണപ്പുലരി 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ഉത്രാടനാളിൽ ഉത്രാടം സദ്യയോടുകൂടിയാണ് തുടക്കം കുറിച്ചത്. ആഘോഷ പരിപാടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA മുഖ്യാതിഥിയായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK ദാസൻ എന്നിവർ മുഖ്യാതിഥികളായി. പുലരി പുല്ലാനിക്കുന്ന് പ്രസിഡന്റ് KV അനീഷ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, മുൻ അംഗം KK ജയന്തി ടീച്ചർ, പുലരി സെക്രട്ടറി NC സുഭാഷ് എന്നിവർ സംസാരിച്ചു. ആർപ്പോ ഈറോ വിളികളോടെ ആരംഭിച്ച ഓണാഘോഷത്തിൽ പുല്ലാനിക്കുന്നിലെ നാട്ടുകാരും പങ്കാളികളായി. ചടങ്ങിൽ പങ്കെടുത്ത അതിഥികൾ ഉൾപ്പെടെയുള്ളവർ ഉത്രാട സദ്യയിൽ പങ്കെടുത്താണ് മടങ്ങിയത്. പുന്നൂർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നേന്ത്രവാഴക്കുല സമർപ്പണം നടത്തി. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി പുത്തൻചിറ പുഴിക്കാട്ടുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. ആദ്യ നേന്ത്രക്കുല ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ സമർപ്പണം നടത്തി. തുടർന്ന് മറ്റു ഭക്തജനങ്ങളും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, ജോയിന്റ് സെക്രട്ടറി രമേശ് കരുവളപ്പിൽ, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട് തുടങ്ങി മറ്റ് ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 4, 5 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് SDPI ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓണക്കോടിയും ഭക്ഷ്യക്കിറ്റും നൽകി. നജുൽ ഹുദ മദ്രസ ഹാളിൽ നടത്തിയ ചടങ്ങ് SDPI കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് VS അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM അസീസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മണ്ഡലം സെക്രട്ടറി AM മുഹമ്മദ് സലീം, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ഷഹീദ്, പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ ഷാമില കബീർ, വിമൺ ഇന്ത്യ മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ഷൈല മുഹമ്മദ്, മണ്ഡലം സെക്രട്ടറി ആരിഫ അഷ്റഫുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നദീറ ഷഹീദ് എന്നിവർ സംസാരിച്ചു. MU അജ്മൽ സ്വാഗതവും KB റഷീദ് നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 400ഓളം പേർക്ക് ഓണസദ്യ നൽകി. വിശക്കുന്ന വയറിനോട് പൊതിച്ചോറ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഓണസദ്യ കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ കണ്ടെത്തിയാണ് വിരുന്നൊരുക്കിയത്.
അശരണരുടെ വയർ നിറഞ്ഞപ്പോൾ സംഘാടകരുടെ മനസ്സു നിറഞ്ഞു. എല്ലാവർക്കും ഓണക്കോടി നൽകി. നഗരസഭ വൈസ് ചെയർമാൻ കെ ജ്യോതിരാജ് ജനകീയ സദ്യ ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ അധ്യക്ഷത വഹിച്ചു. മൗനയോഗി ഡോക്ടർ A ഹരിനാരായണൻ ഓണസന്ദേശം നൽകി. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, P മുരളീധര കൈമൾ, KR ഉണ്ണികൃഷ്ണൻ, OV രാജേഷ്, മുരളി അകമ്പടി, വിജയ് തെക്കൂട്ട്, ഷാജു പുതൂർ, മാർട്ടിൻ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം കരുണാലയത്തിൽ നടത്തിയ ഓണാഘോഷം പിന്നണി ഗായകൻ ചാർലി തൃശൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിയും കുന്നംകുളം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിഷ സെബാസ്റ്റ്യൻ, സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറും മാള മെഡ്സ് കോളേജ് ഡയറക്ടറുമായ A സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നീസ് മങ്ങാട്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് NM വിഷ്ണു, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിജു ജോൺ, സജി ആറ്റത്ര, സലിം അവിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് മൊമന്റോയും വൃക്ഷത്തൈകളും സമ്മാനമായി നൽകി. ചാർലി തൃശൂർ ഓണപ്പാട്ടുകൾ പാടി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. കണ്ടാണശ്ശേരി വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച തായംകളി മത്സരം സമാപിച്ചു. ആഗസ്റ്റ് 8-ന് ആരംഭിച്ച് ഉത്രാട ദിനം വരെ നീണ്ടുനിന്ന തായംകളിയുടെ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മനോജ് പുണ്യ ടീം 1ാം സമ്മാനവും ശിവശങ്കരൻ ടീം 2ാം സമ്മാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീവ്, പഞ്ചായത്ത് അംഗം KT മനോജ്, വായനശാല പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, സെക്രട്ടറി VD ബിജു, വായനശാല കലാസമിതി പ്രസിഡന്റ് PR ബൈജു എന്നിവർ മത്സരത്തിൽ വിജയികളായവർക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെയും ഗാന്ധി ദർശന്റെയും സജീവ പ്രവർത്തകനായിരുന്ന വിശ്വനാഥൻ ചിറ്റഞ്ഞൂരിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. ഗാന്ധി ദർശൻ വേദി ഭാരവാഹികളായ ശശിധരൻ വയലത്തൂർ, VM രാജേഷ്, ശൈലജ വിശ്വനാഥൻ, കോൺഗ്രസ് ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് ഹമീദ് വട്ടംപാടം, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് TM വിജയൻ, സുന്ദരൻ ചെമ്മണ്ണൂർ എന്നിവർ പങ്കെടുത്തു. കുനമുച്ചി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണോത്സവ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വായനശാലയ്ക്ക് സമീപത്തുള്ള തരകൻസ് വൈറ്റ് ഫീൽഡിൽ നടന്ന ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ ഓണ സന്ദേശം നൽകി. നാടിന്റെ തനിമയും ഓണത്തിന്റെ ആഘോഷപ്പൊലിമയും ഒത്തുചേർന്ന പരിപാടിയിൽ വായനശാല അംഗങ്ങളും നാട്ടുകാരും കുടുംബാംഗങ്ങളും ആവേശത്തോടെ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല ഭാരവാഹികളായ അനൂപ് പനക്കൽ, CJ ജോസ്, KL ലിസി, ലിംസി പോൾസൺ, PJ ബൈജു, ബിജോയ് ചീരൻ, ലൈബ്രറിയൻ മോളി ഇട്ടിയച്ചൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാഗ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം തീർത്ത പൂക്കളം ശ്രദ്ധേയമായി. മഹാവിഷ്ണു ഗരുഡന്റെ പുറത്തിരിക്കുന്ന രൂപമാണ് പൂക്കളത്തിൽ തീർത്തത്. 45 കിലോ പൂക്കളാണ് മനോഹരമായ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചത്. ക്ഷേത്രത്തിലെ യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുവോണ ദിനത്തിൽ ക്ഷേത്രമുറ്റത്ത് പൂക്കളം ഒരുക്കിയത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തിരുവോണ പുലരിയിൽ വിവിധ ദേവീ ദേവന്മാരുടെ രൂപത്തിലുള്ള പൂക്കളമാണ് ഒരുക്കി വരുന്നത്. ജനപ്രതിനിധി അല്ലാതായിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണക്കോടിക്ക് മുടക്കം വരുത്താതെ അഡ്വക്കേറ്റ് PV നിവാസ്. തുടർച്ചയായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 3 ടേം ജനപ്രതിനിധിയായിരുന്ന അഡ്വക്കേറ്റ് PV നിവാസ് താൻ പ്രതിനിധീകരിച്ചിരുന്ന വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകുന്നത് പതിവായിരുന്നു. എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ജനവിധി എതിരായിരുന്നുവെങ്കിലും 1.5 പതിറ്റാണ്ട് താൻ മുടങ്ങാതെ നൽകി വരുന്ന ഓണക്കോടി ഇക്കുറിയും നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഉത്രാട ദിനത്തിൽ മറ്റം ഓണപ്പാറയിലുള്ള തങ്കുവിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ PV നിവാസ് 12ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടികൾ സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻലി, ജിബി, സിമി സ്റ്റെൽസൺ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ഷെൽബിൻ മറ്റം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
പുത്തൻകടപ്പുറം നൂറുൽ ഹുദ മദ്രസയിൽ മീലാദ് ഷെരീഫ് വിപുലമായി ആഘോഷിച്ചു. നബിദിന റാലി, ഭക്ഷണ വിതരണം, മൗലീദ് പാരായണം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി. മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കമ്മിറ്റി ഭാരവാഹികളായ പി അബ്ദുള്ളക്കുട്ടി, പി എം നാസർ, കെ പി അബ്ദുള്ളക്കുട്ടി, പി ബി കമറുദ്ദീൻ, ടി കെ ഷാഹു, കെ എച്ച് അയ്യൂബ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ എ ടി സലാഹുദ്ദീൻ, കെ എസ് ബദറു, നൈനാർ അലി, എം പി ഷിഹാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രാർത്ഥന, മൗലീദ് മജ്ലിസ് എന്നിവയ്ക്ക് നവാസ് സഹദി, ബാവ മുസ്ലിയാർ, അസീസ് സഖാഫി, ഷെരീഫ് മുസ്ലിയാർ എന്നിവരും നേതൃത്വം നൽകി. നബിദിനവും തിരുവോണവും ഒന്നിച്ചെത്തിയതിന്റെ ആഘോഷങ്ങൾക്കിടയിൽ മാതൃകാപരമായ സ്നേഹ സന്ദേശം പകർന്ന് തിരുവത്ര സ്കോർപിയോൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും പായസം നൽകിയാണ് ക്ലബ്ബ് പ്രവർത്തകർ വേറിട്ട മാതൃക തീർത്തത്. തിരുവത്രയിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ലബ്ബ് ഭാരവാഹികളായ പി സി നിഖിൽ, എ എം അൽത്താഫ്, കെ ബി ഷമീർ, കെ എം അർഷാദ്, സിനാൻ, മുഹാഫ് മൊയ്തു എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് ബീച്ച് ഷുജായി നഗർ നജാത്തുദ്ദീൻ മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. അൻസാറുൽ ഇസ്ലാം കമ്മിറ്റി പ്രസിഡന്റ് സി എം ഗഫൂർ പതാക ഉയർത്തി. നബിദിന റാലിയിൽ മദ്രസ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരന്നു. റാലിയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദഫ്മുട്ട് ശ്രദ്ധേയമായി. പി കെ എം ഇക്ബാൽ ഫൈസി, റഷീദ് മുസ്ലിയാർ, മുസമ്മിൽ മുസ്ലിയാർ, സാലിഹ് മുസ്ലിയാർ, സൈഫുദ്ദീൻ മുസ്ലിയാർ, എം എം ജബ്ബാർ, അഷ്റഫ് ചാലിൽ, അബ്ബാസ് കള്ളാമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ ഖാദ്രിയ മസ്ജിദിൽ നടന്ന മൗലീദ് പാരായണത്തിന് ഇമാം പി കെ എം ഇക്ബാൽ ഫൈസി നേതൃത്വം നൽകി. നാടകപ്രേമികളുടെ മനം കവർന്ന അവതരണങ്ങൾ പൂർത്തിയാക്കി എടക്കളത്തൂർ ദേശാഭിമാനി നാടകോത്സവത്തിന് തിരശ്ശീല വീണു. കേരളത്തിലെ മികച്ച നാടകോത്സവങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ദേശാഭിമാനി നാടകോത്സവത്തിൽ മികച്ച അവതരണമാണ് നാടക സംഘങ്ങൾ നടത്തിയത്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് വർത്താനം പറയുന്നോളോ. എന്റെ ബാഗിനാണോ എന്റെ ബാഗിന് എന്തോ എടുത്തോന്നാ പറയുന്നത്. ബാഗ് തുറന്ന് നോക്കിയപ്പോ പാക്കറ്റ് മാത്രം കാണാനില്ല. അതിന്റെ ബാഗിന്റെ നീ ഒന്നും ഉണ്ടായിരുന്നേ. നിന്റെ ബാഗിന് എന്തോ എടുത്തെന്നാണോ നീ പറയുന്നത്? അല്ലേ പൂത്ത് നിൽക്കുവാൻ നേരത്തെ വന്നപ്പോ മര്യാദയ്ക്ക് പെരുമാറിയപ്പോ ഞാൻ എന്റെ അറ്റാക്കിലേക്ക് കടുവെടുക്കുന്നോളൂ. മര്യാദയ്ക്ക് സംസാരിച്ചില്ല അടിച്ചിട്ട് ചപ്പക്കുട്ടിയെ തന്നു. നിന്റെ ബാഗിന് എന്തോ എടുത്തെന്നാണ് അമ്മയുടെ ശവപ്പെട്ടി 39 വർഷം മുൻപ് നാടകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് ദേശാഭിമാനി നാടകോത്സവത്തിന് നാന്ദി കുറിച്ചത്. തുടർന്ന് ഓരോ വർഷവും കഴിയുന്തോറും ദേശാഭിമാനി നാടകോത്സവത്തിന്റെ പ്രസക്തിയും വർദ്ധിക്കുകയായിരുന്നു. അവതരണത്തിനായി തെരഞ്ഞെടുക്കുന്ന നാടകങ്ങൾ തുടങ്ങി നാടകോത്സവത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളും അനുബന്ധ പരിപാടികളും ദേശാഭിമാനി നാടകോത്സവത്തെ വേറിട്ട് നിർത്തുന്നതിൽ നിർണായകമായി മാറി. കേരളത്തിന്റെ തെക്കേയറ്റത്തു നിന്നും വടക്കേയറ്റത്തു നിന്നുമായി നിരവധി നാടകപ്രേമികളാണ് ദേശാഭിമാനി നാടകോത്സവത്തിന്റെ ഭാഗമാകാൻ എടക്കളത്തൂരിലെത്താറുള്ളത്. സ്ഥിരമായി നാടകോത്സവം ആസ്വദിക്കാനെത്തുന്ന കോഴിക്കോട് സ്വദേശി ഗിരീഷ് കൽപ്പകത്തൂരിന് ദേശാഭിമാനി നാടകോത്സവത്തെക്കുറിച്ച് പറയാനുള്ളത് സംഘാടന മികവും നാടകങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലെ വ്യത്യസ്തതയും തന്നെയാണ്. ഒരു പട്ടിയൊന്നും കേൾക്കില്ല. നവമാധ്യമങ്ങൾ വഴി തൃശൂർ എടക്കളത്തൂരിൽ നാടകോത്സവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ആ സ്ഥലം കണ്ടുപിടിച്ചാണ് ഏകദേശം ഒരു 10 വർഷമായി ഇങ്ങോട്ടേക്ക് തുടർച്ചയായി ഓരോ വർഷവും ഇറങ്ങുന്ന നാടകങ്ങൾ കാണാൻ വരുന്നത്. കേരള സംഗീത നാടക അക്കാദമിയാണ് സംസ്ഥാനത്ത് പ്രൊഫഷണൽ നാടക മത്സരം നടത്തുന്നത്. പക്ഷേ അതിന് സമാന്തരമായി തൃശൂർ ടാസും എടക്കളത്തൂരും എല്ലാം സംഘടിപ്പിക്കുന്ന നാടകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന നാടകങ്ങളിൽ പുരസ്കാരം നേടിയവ തന്നെയാണ് പലപ്പോഴും അക്കാദമി മത്സരങ്ങളിൽ മികച്ച നാടകങ്ങളായി വരുന്നതെന്നും ഗിരീഷ് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇറങ്ങുന്ന ഓരോ വർഷവും ഇറങ്ങുന്ന നാടകങ്ങളിൽ തുടക്കം മുതൽ ഇറങ്ങുന്ന ഓരോ നാടകങ്ങളും കണ്ട് വിലയിരുത്തി അതിനുശേഷമാണ് എടക്കളത്തൂരിലേക്ക് അതിൽ നിന്ന് മെച്ചപ്പെട്ട നാടകങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഞങ്ങളൊക്കെ ഈ നവമാധ്യമങ്ങൾ വഴി തൃശ്ശൂർ എടക്കളത്തൂരിൽ നാടകോത്സവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ആ സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് ഏകദേശം ഒരു 10 വർഷത്തിന് മുന്നേ 10 വർഷത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് തുടർച്ചയായി ഓരോ വർഷവും ഇറങ്ങുന്ന നാടകങ്ങൾ കണ്ടുവരുന്നത് ദേശാഭിമാനിയാണ്. കാരണം കേരള സംഗീത നാടക അക്കാദമിയാണ് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം നടത്തുന്നത്. പക്ഷേ അതിന് സമാന്തരമായി തൃശ്ശൂർ ടാസും എടക്കളത്തൂരും ഒക്കെ സംഘടിപ്പിക്കുന്ന നാടകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നാടകങ്ങൾ തന്നെയാണ് പലപ്പോഴും അക്കാദമി മത്സരങ്ങളിൽ മികച്ച നാടകങ്ങളായി വരുന്നത്.
ഓഗസ്റ്റ് 16 മുതൽ 25 വരെ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിലാണ് ഈ വർഷത്തെ നാടകോത്സവം അരങ്ങേറിയത്. കോഴിക്കോട് സങ്കീർത്തനയുടെ ശ്വാസം, തിരുവനന്തപുരം സംസ്കൃതിയുടെ ഭൂട്ടാനി, കൊല്ലം എക്കോ തിയേറ്ററിന്റെ നിലാവ് പറഞ്ഞത്, തിരുവനന്തപുരം മലയാള നാടകവേദിയുടെ ഒരു സുന്ദര ദിവസം, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ, ചങ്ങനാശ്ശേരി അണിയറയുടെ തിര, തിരുവനന്തപുരം സൗവർണികയുടെ പടയോട്ടം, കോഴിക്കോട് രംഗഭാഷയുടെ ഒരുക്കം, പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ കൂട് എന്നീ നാടകങ്ങളാണ് ഇത്തവണ നാടകോത്സവത്തിൽ അരങ്ങേറിയത്. മഹാനായ NN പിള്ളയുടെ പേരിൽ നടത്തുന്ന നാടകോത്സവത്തിലേക്ക് നാടകങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ദേശാഭിമാനിയിലെ നാടകങ്ങൾ കണ്ടിട്ടാണെന്നത് അഭിമാനകരമാണെന്ന് വർഷങ്ങളായി സ്ഥിരം പ്രേക്ഷകനായ കാസർകോട് സ്വദേശി ബാലൻ മാണിയോട്ട് വ്യക്തമാക്കി. മനോഹരമായി വിവിധ കേന്ദ്രങ്ങളിലെ നാടകങ്ങൾ കണ്ട് നാട്ടുകാർക്ക് നല്ല നാടകങ്ങൾ മാത്രം സംഭാവന ചെയ്യുക എന്നുള്ള ദേശാഭിമാനിയുടെ ഉത്തരവാദിത്തം വളരെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ നാടകം കാണാൻ ആളുകൾ എത്തുന്നത്. നല്ല നാടകങ്ങൾ തെരഞ്ഞെടുക്കുക എന്നത് ദേശാഭിമാനിയുടെ ഒരു നയമായി മാറിയിരിക്കുകയാണെന്നും ബാലൻ മാണിയോട്ട് കൂട്ടിച്ചേർത്തു. നാട്ടുകാർക്ക് നല്ല നാടകങ്ങൾ മാത്രം സംഭാവന ചെയ്യുക എന്നുള്ള ദേശാഭിമാനിയുടെ ആ ഉത്തരവാദിത്വം വളരെ വളരെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ കൂടുന്ന നാടകപ്രേമികൾ, ആ നാടകപ്രേമികൾ നാടകാസ്വാദനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ 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 നന്നായിട്ടാണ് നാടകത്തെ വീക്ഷിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ എല്ലാ സമിതികളും ഇവിടെ തൃശ്ശൂരിലെ എടക്കുളത്തൂരിൽ നാടകം കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രൊഫഷണൽ നാടക മത്സരത്തിലും മേളയിലും കേരളത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 4ഓളം നാടകമേളകൾ മത്സരങ്ങളിൽ 1ഓ 2ഓ സ്ഥാനം ദേശാഭിമാനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേശാഭിമാനിയുടെ സംഘാടനത്തെ ഏറെ വിലമതിക്കുന്നു. ഓരോ വർഷം കഴിയുന്തോറും ദേശാഭിമാനി നാടകോത്സവം നാടകപ്രേമികളുടെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ശ്രീരാമചന്ദ്ര സ്കൂൾ മൈതാനിയിലെത്തുന്ന ആസ്വാദകർ. നബിദിനവും തിരുവോണവും ഒന്നിച്ചെത്തിയ ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവത്ര ബ്ലൈസ് അത്താണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മധുര പാനീയ വിതരണം നടത്തി. നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കുമാണ് ആഘോഷത്തിന്റെ മധുരം പങ്കുവച്ചുകൊണ്ട് മധുര പാനീയം വിതരണം ചെയ്തത്. ചടങ്ങുകൾക്ക് ക്ലബ്ബ് ഭാരവാഹികളായ KV സമദ്, റിഷാദ് ഉമർ, TM നൌഫീദ്, KN സിയാൻ, KV ഉമർ, TM നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം കോടത്തയിൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ല മദ്രസാങ്കണത്തിൽ മിലാദു ഷെരീഫ് 2026 ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി ജുമാ മസ്ജിദിൽ പുലർച്ചെ 3:45 നടത്തിയ പ്രഭാത മൗലീദ് പാരായണത്തിന് മുഹമ്മദ് ജുനൈദ് സഖാഫി അൽ ഹിക്കമി നേതൃത്വം നൽകി. തുടർന്ന് 7:15 മുഹമ്മദ് ഹാജി മുത്തോടത്തയിൽ പതാക ഉയർത്തി. അൽഹംദുലില്ല മദ്രസ കുട്ടികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നടത്തിയ ഘോഷയാത്രയിൽ ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ എന്നിവ ഉണ്ടായി. തുടർന്ന് അന്നദാനവും നടത്തി. മഗ്രിബ് നമസ്കാരാനന്തരം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നബിസ്നേഹം വിളിച്ചോതുന്ന അവതരണത്തിൽ കുട്ടികളുടെ സർഗാത്മക പ്രകടനങ്ങളുമുണ്ടായി. മഹല്ല് മുൻ പ്രസിഡന്റ് കുന്നംകാട്ടയിൽ അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖതീബ് മുഹമ്മദ് ജുനൈദ് സഖാഫി പ്രാർത്ഥന നടത്തിയ വേദിയിൽ മദ്രസ സദർ മുവല്ലിം AL അബ്ദുൽ ഹക്കീം നിസാമി അൽ ജൗഹരി മുഖ്യപ്രഭാഷണം നടത്തി. പൊതുപരീക്ഷാ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും ക്യാഷ് അവാർഡും കലാപരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹല്ല് സെക്രട്ടറി KP അഷ്റഫ് ഹാജി സ്വാഗതവും P അബ്ദുൾ ജലീൽ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പെരുമണ്ണൂർ സെൻട്രൽ മഹല്ല് കമ്മിറ്റിയുടെയും ഹിദായത്ത് സുബിയാൻ മദ്രസ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മിലാദ് റാലി സംഘടിപ്പിച്ചു. മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രവാചക സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ പകർന്ന നബിദിന റാലി നാടിന്റെ സ്നേഹത്തിന്റെ മനോഹര കാഴ്ചയായി. ചൊവ്വാഴ്ച രാവിലെ മഹല്ല് പ്രസിഡന്റ് ഷാജി പതാക ഉയർത്തിയതോടെയാണ് നബിദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന മൗലീദ് സദസ്സിന് മഹല്ല് ഖതീബ് ഉനൈസ് സഖാഫി കുരുവമ്പലം നേതൃത്വം നൽകി. പ്രവാചക സ്നേഹത്തിന്റെ സന്ദേശങ്ങളുമായി കുട്ടികളും മുതിർന്നവരും അണിനിരന്ന മിലാദ് ഘോഷയാത്ര വർണ്ണാഭമായി. വഴിനീളെ വീടുകളിൽ നിന്നെത്തിയ നാട്ടുകാർ മധുരം നൽകി റാലിയെ വരവേറ്റത് ആഘോഷത്തിന് കൂടുതൽ സ്നേഹത്തിളക്കം പകർന്നു. സംഘാടകരുടെ നേതൃത്വത്തിൽ മധുര വിതരണവും ഭക്ഷണ വിതരണവും നടന്നു. വാർഡ് മെമ്പർ KR ബാലൻ ചടങ്ങുകളിൽ പങ്കെടുത്തു. മിലാദ് ഘോഷയാത്രയ്ക്ക് മഹല്ല് സെക്രട്ടറി റഷീദ് കരമ്പനയ്ക്കൽ, ട്രഷറർ ഷബീർ എന്നിവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള MPPM യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ പായസ വിതരണം സംഘടിപ്പിച്ചു. പായസ വിതരണത്തിന്റെ ആദ്യ വിൽപ്പന മോർ അന്തോണിയോസ് യാക്കൂബ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ എന്നിവർ മെത്രാപ്പൊലീത്തയിൽ നിന്നും ആദ്യ വിതരണം ഏറ്റുവാങ്ങി. പാലട പ്രഥമൻ, പരിപ്പ് പ്രഥമൻ ഉൾപ്പെടെ 2 തരം പായസങ്ങളാണ് വിവിധ പ്രദേശങ്ങളിൽ വിതരണം ചെയ്തത്. ചടങ്ങിൽ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ, ഫാദർ ജയേഷ് ജേക്കബ്, ഫാദർ സിജി മാത്യു, ഫാദർ തോമസ് ചീരൻ എന്നിവർ പങ്കെടുത്തു. പായസ വിതരണത്തിന് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം ചെറായി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. ഇതിന്റെ ഭാഗമായി തിരുവോണനാളിൽ രാവിലെ പ്രദേശത്തെ വീട്ടുകാർക്കായി പാലട പ്രഥമൻ വിതരണമുണ്ടായി. ഉച്ചയ്ക്ക് കുട്ടികളും മുതിർന്നവരും അമ്മമാരും ഉൾപ്പെടുന്ന ഓണക്കളികളുമുണ്ടായി. തുടർന്ന് 3 ദിവസം നീണ്ടുനിൽക്കുന്ന രാപ്പകൽ കളി മത്സരത്തിന് തുടക്കം കുറിച്ചു. പാലട പ്രഥമൻ വിതരണത്തിന് MS ശരത്ത്, MB ആയുഷ്, KD ദജീഷ്, N നിരജൻ, ഷിബിൽ, ബിനോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പടപ്പ് മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. മൈത്രി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AT അലി സ്വാഗതം പറഞ്ഞു. മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജിത്ത് മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ഖദീജ മുത്തേടത്ത്, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത രാജൻ, മുൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ്, വാർഡ് മെമ്പർ NK അബ്ദുൽ നാസർ, വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MT നജീബ്, രുദ്രൻ വാര്യത്ത്, ജലീൽ കാഞ്ഞിരമുക്ക്, മൈത്രി വയോജനവേദി സെക്രട്ടറി ചന്ദ്രഹാസൻ മാസ്റ്റർ, തണ്ണീർപന്തൽ അബുദാബി ഘടകം പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് കൊട്ലിങ്ങൽ, വനിതാവേദി രക്ഷാധികാരി ജാസ്മിൻ ആരിഫ്, വനിതാവേദി പ്രസിഡന്റ് ആരിഫ മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വനിതാവേദിയും ബാലവേദിയും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾക്ക് ജാസ്മിൻ ആരിഫ്, സബിത, അഷ്റഫ് പുച്ചാമം തുടങ്ങിയവർ നേതൃത്വം നൽകി. വായനശാല ഭാരവാഹികളും വനിതാവേദിയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് ഓട്ടോ ഡ്രൈവേഴ്സ് ഉത്രാട പൂക്കളമൊരുക്കി. പോൾസൺ, ദിലീപ്, സനു, നിതിൻ, അനിൽകുമാർ, മുരളി, സുകേഷ് എന്നിവർ നേതൃത്വം നൽകി. കൊച്ചി കോർപ്പറേഷൻ 22-ാം വാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പച്ചാളം പെരുമ ഓണാഘോഷത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി സ്വദേശി PK ജിജുവിന് മികച്ച ജൈവ കർഷകനുള്ള ആദരം നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ആദര സദസ്സിൽ മികച്ച ജൈവ കർഷകനായ PK ജിജുവിനെ എറണാകുളം MP ഹൈബി ഈഡൻ പൊന്നാടയും ഉപഹാരം നൽകി ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ, വാർഡ് കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കൽ, കോർപ്പറേഷൻ കൗൺസിലർമാർ, പൗരപ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ഓണത്തിന്റെ കാർഷിക പാരമ്പര്യവും മണ്ണിനോടുള്ള സ്നേഹവും ഉയർത്തിപ്പിടിച്ചായിരുന്നു പച്ചാളം പെരുമയുടെ ഭാഗമായി ആദര സദസ്സ് സംഘടിപ്പിച്ചത്. ചാലിശ്ശേരിയിൽ നിന്നും കച്ചവടവുമായി എറണാകുളത്തെത്തി 2 പതിറ്റാണ്ടിലേറെയായി ജൈവ കൃഷിയിൽ സജീവമായ ജിജുവിന്റെ കൃഷി സേവനങ്ങളും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും അപൂർവ ഫലവൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും മുൻനിർത്തിയായിരുന്നു ആദരം. ഇക്കഴിഞ്ഞ ജൂലൈ 19-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം കുടുംബ യൂണിറ്റ് മികച്ച കർഷകനുള്ള കർഷക പുരസ്കാരം നൽകി ജിജുവിനെ ആദരിച്ചിരുന്നു. ചരമം മന്നലാങ്കുന്ന് കിണർ CITU ഓഫീസിന് പടിഞ്ഞാറുഭാഗം താമസിക്കുന്ന MES മൊയ്തു മകൻ മമ്മിക്കുട്ടിയകത്ത് ബാദുഷ നിര്യാതനായി. 50 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാങ്കുന്ന് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. സുഹറയാണ് മാതാവ്. റസ്മീന ഭാര്യയും. മുഹമ്മദ് ഷെർഷാദ്, റിസ്ന ഫാത്തിമ, ആയിഷ റിസ്വിൻ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണം ആഘോഷിച്ച മലയാളികൾ. പൊന്നോണ നിറവിൽ ആഘോഷത്തിമിർപ്പിൽ നാടും നഗരവും. വിവിധയിടങ്ങളിൽ ആവേശപൂർവ്വം ഓണാഘോഷങ്ങൾ. പൊന്നോണനാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 എത്തി. ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കാനും ഭക്തരുടെ നീണ്ട നിര. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം ഒരുക്കിയിരുന്നത് വിപുലമായ ക്രമീകരണങ്ങൾ. പയറ്റിത്തെളിഞ്ഞ മെയ് അഭ്യാസികളുടെ മാസ്മരിക പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ കുന്നംകുളം ഓണത്തല്ല് വ്യാഴാഴ്ച. 2 ദിവസമായ നാളെ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല്. വടക്കൻചേരിയും തെക്കൻചേരിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആവേശം അലകടലാക്കുന്ന ഓണത്തല്ലിന്റെ തത്സമയ ദൃശ്യങ്ങൾ CCTV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. തിരുവോണ ദിനത്തിലും കുരുക്കിലമർന്ന് കേച്ചേരി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഗതാഗത കുരുക്ക് പതിവ് കാഴ്ച.
നാടകപ്രേമികളുടെ മനം കവർന്ന അവതരണങ്ങൾ പൂർത്തിയാക്കി എടക്കളത്തൂർ ദേശാഭിമാനി നാടകോത്സവത്തിന് തിരശ്ശീല വീണു. കേരളത്തിലെ മികച്ച നാടകോത്സവങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ദേശാഭിമാനി നാടകോത്സവത്തിൽ നാടക സംഘങ്ങൾ കാഴ്ചവെച്ചത് ഉജ്ജ്വല പ്രകടനം. ചാവക്കാട് തൊട്ടാപ്പ് ആനന്ദവാടി കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഏകദേശം 35 വയസ്സ് തോന്നിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെന്ന് സംശയിക്കുന്നയാളുടെ മൃതദേഹമാണ് കടൽക്കരയിൽ കണ്ടെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.